ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സെറ്റ് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ മഷ്റൂം തീയൽ. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വഴുതനങ്ങ തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തത് 1.5 കപ്പ്, മഷ്റൂം കട്ട് ചെയ്തത് 2 കപ്പ്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ചെറിയ ചുവന്നുള്ളി തിന്നായിട്ട് കട്ട് ചെയ്തത് 6 കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില 3 തണ്ട്, വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് 2, സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 വലുത്, പച്ചമുളക് 2 പിളർന്നത് 2, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് 4 അല്ലി, നാളികേരം ചിരകിയത് 1.5 കപ്പ്, വാളൻപുളി 1 നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് വെള്ളത്തിൽ കുതിർത്തി വച്ചത് 1/4 കപ്പ്, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. തീയലിന് വേണ്ട അരപ്പ് ആദ്യം നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു സ്കില്ലറ്റിലോട്ട് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് വറുത്തെടുക്കുക. നേരിയ തീയിൽ വച്ച് ഇളക്കുക. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. എത്ര സാവധാനം നാളികേരം വാടുന്നോ അത്ര നന്നായിരിക്കും തീയലിൻ്റെ അരപ്പ്. നാളികേരം ഇപ്പോൾ വാടി ഇളം മഞ്ഞ നിറമായിട്ടുണ്ട്. ഇത് ക്രമേണ കുറേശ്ശെ ചുവക്കാൻ തുടങ്ങും. ഇപ്പോൾ നാളികേരം ബ്രൗൺ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പെരിഞ്ജീരകം ആഡ് ചെയ്ത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. നാളികേരം ഇപ്പോൾ ഒരുപോലെ എല്ലാ വശവും ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും കുറച്ച് സമയം തുടരെ ഇളക്കണം. സ്കില്ലറ്റിലിരുന്ന് അടിഭാഗം മാത്രം മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഗ്രൈൻഡറിലോട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിന്നിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്ത തീയൽ മിക്സാണിത്. കണ്ടോ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വെള്ളമയം പോലുള്ള അരപ്പ് കിട്ടിയിട്ടുണ്ട്. വേറൊരു സ്കില്ലറ്റിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. ഇനി നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഉള്ളി ഇപ്പോൾ നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചിട്ട് ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഫ്രൈ ചെയ്യുക. ഇതിനി കോരി മാറ്റി വയ്ക്കുക. തീയൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം നമുക്കിത് തീയലിലോട്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണിത്.
ഈ സെയിം സ്കില്ലറ്റിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക. ഉപ്പ് സവോളയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റുക. സവോള ഗോൾഡൻ ഷെയ്ഡൊന്നും ആകണ്ട, നന്നായിട്ട് വഴന്നാൽ മാത്രം മതി. സവോള ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് വഴറ്റുക. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. മസാലപ്പൊടികൾ നന്നായിട്ടിപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിട്ട് വഴറ്റുക. കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ വെള്ളത്തിലിട്ടാണ് വച്ചിരിക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചാൽ വഴുതനങ്ങയുടെ കളർ ചേഞ്ച് ചെയ്യാതിരിക്കും. വെള്ളത്തിലിടാതെ പുറത്ത് വെച്ചിരുന്നാൽ അത് കറുത്തു പോവും. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് 1-2 വട്ടം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വഴുതനങ്ങ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണേ. മഷ്റൂം ഇപ്പോൾ വെന്തിട്ടുണ്ട്. കുറെ വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. മഷ്റൂം നന്നായി വഴന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അരിച്ച് ഇതുപോലെ ഒഴിക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിനെ അടച്ചു വെച്ച് നന്നായി കുറുകുന്നത് വരെ വേവിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. കറി കുറച്ചൊന്ന് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. ഇതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ക്രമീകരിക്കണം. ഇതിലോട്ടിനി അരച്ചെടുത്ത അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ തീയലിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യുക.
നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വഴുതനങ്ങ മഷ്റൂം തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.